40 ഡിഗ്രി വരെയാണ്. അപ്പോൾ നല്ല ചൂടിന് നല്ല ഹായ് ഫ്രണ്ട്സ്, അപ്പം യു കെയിലൊക്കെ ഇപ്പം നല്ല ചൂടാണ്. ഏതാണ്ട് 36 മുതൽ 40 ഡിഗ്രി വരെയാണ്. അപ്പോൾ നല്ല ചൂടിന് നല്ല തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ലതാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഒറ്റ സാധനം മുറിഞ്ഞു. അപ്പോൾ ഇതിനിത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സ്പെയിനിൽ നിന്നുള്ള തണ്ണിമത്തനാണ്. അതിലെഴുതിയിട്ടുണ്ട് സ്പെയിൻ എന്ന്. ഓക്കെ, നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാം. ഇതെന്തായാലും സ്കൂബായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തെ കുരു നമ്മൾ മാറ്റണം. ഇതൊന്ന് മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുമ്പ്. എളുപ്പമാണ്. ഓക്കെ, ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമ്മളൊരു പീസുകളാക്കി ഇതുപോലെ. എന്നിട്ട് നമ്മൾ മിക്സിയിലോട്ട് ഇടുകയാണ്. തിളപ്പിച്ചാറിച്ച് നമ്മൾ തണുപ്പിച്ചെടുത്ത പാലാണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്ക്, അത് 1-2 സ്പൂണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഏലക്ക പൊടിച്ചതുകൊണ്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ഒരു 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. മിക്സി നമ്മളൊന്ന് ഓണാക്കുകയാണ്. കുറച്ച് ബാലൻസ് വന്നത് നമ്മളെടുത്ത് ഇതുപോലെ സ്ക്വിഷ് ചെയ്തെടുക്കുകയാണ്. സ്ക്വിഷ് ചെയ്ത് വെച്ച തണ്ണിമത്തനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. കുറച്ച് വെള്ളം പോലൊക്കെ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല, ഇപ്പം ചൂടായതുകൊണ്ടാണ്. അപ്പം നമ്മൾ കുറച്ച് പാലൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇളക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കസ്കസ് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം. അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത്. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. എന്നിട്ട് നമ്മളിതുപോലെ ഐസ് വേണ്ടിയവർക്കിടാം. ഇതിപ്പോൾ തണുത്ത പാലൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ചേർക്കുന്നില്ല. നമ്മളൊരു മിൻറ്റിൻ്റെ ഇല മണ്ടയ്ക്കായിട്ട് ഇടുകയാണ് ഒരു ഡെക്കറേഷന് വേണ്ടി. എന്നിട്ട് ഇതൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടോ. ഓക്കെ, ഇതാ കണ്ടൻസ്ഡ് മിൽക്കും ആ തണ്ണിമത്തൻ്റെയും ആ മിൻറ്റിൻ്റെ ഇലയുടെയും പാലിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് വന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് വീടുകളിലുണ്ടാക്കി പരീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.